വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി അഗെയിൻ. സോ നമ്മൾ കഴിഞ്ഞ 2 സ്ട്രാറ്റജി വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഒരുപാട് പേര് ഈ 2 സ്ട്രാറ്റജീസിനെയും വളരെയധികം ഒരു അപ്രീഷിയേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു. ഒരുപാട് പേർക്ക് ചോദ്യോത്തരങ്ങളുണ്ടായിരുന്നു, പലതരം ചോദ്യങ്ങൾ, എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ ഓരോ പോയിന്റ്സും ഞാൻ വളരെ ഡീപ്പായിട്ട്, ഡെപ്തായിട്ട്, വളരെ സ്ലോലി നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഞാനത് കഴിഞ്ഞ സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണകരമാകും, ഉറപ്പായിട്ടും. ഇനി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റ് സ്ട്രാറ്റജി മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ പുറത്ത് നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കണം. മസ്റ്റായിട്ട് നിങ്ങളുടെ വ്യൂ ഏതർ അത് തോൽക്കാം അല്ലെങ്കിൽ വിജയിക്കാം. പക്ഷെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ വ്യൂ ഇപ്പോൾ ബെയറിഷ് ആണെങ്കിൽ ഒരു സ്ട്രാറ്റജി, ബുള്ളിഷ് ആണെങ്കിൽ ഇനിയൊരു സ്ട്രാറ്റജി. സോ നമ്മൾ ഇന്നത്തെ സിനാരിയോയിൽ നമ്മൾ മാർക്കറ്റ് ബിയറിഷ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് നമ്മൾ കൃത്യമായിട്ടും ഒരു കറക്റ്റായിട്ടുള്ള എന്തുണ്ട് റിസ്ക് റിവാർഡ്, എത്ര റിസ്ക് എത്ര റിവാർഡ് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതിന് മേളിൽ നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാവില്ല. ലാഭവും കിട്ടിയാൽ മാക്സിമം പ്രോഫിറ്റ് ഇത്ര, മാക്സിമം ലോസ് ഇത്ര എന്നുള്ളത്. അതിന് തന്നെ ഞാനിപ്പോൾ റിസർച്ച് ചെയ്ത് വെച്ചേക്കുന്നതിൽ ലോസ് വളരെ കുറവ്. അതായത് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ വൺസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോസിനെ പറ്റി നിങ്ങൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ലോസ് എത്രയാണെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. സോ വൺസ് അഗൈൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇത് രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബുള്ളിഷ് കേസ് സിനാരിയോയും ഡിസ്കസ് ചെയ്യാം, ബെയറിഷ് കേസ് സിനാരിയോയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ബുള്ളിഷ് കേസ് സിനാരിയോസിലും ബെയറിഷ് കേസ് സിനാരിയോ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ചാർട്ട് അനാലിസിസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു വീക്കിൽ നിന്നും ഇനിയൊരു വീക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ വ്യൂ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു കൺവിക്ഷൻ കിട്ടാൻ നമ്മൾ ചാർട്ട് അനാലിസിസ് നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്, വെദർ ബുള്ളിഷ് ഓർ ബെയറിഷ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ടെസ്റ്റിംഗ്. സി ചാർട്ട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം. ഞാൻ ഈ ഡ്രോയർ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫുൾ വ്യൂവിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, ഈ ഡേറ്റ് എന്നാണ് നോക്കൂ, ഒക്ടോബർ 29 വെനസ്ഡേ. അതായത് ഒരു തൊട്ട് മുന്നത്തെ എക്സ്പയറി കഴിഞ്ഞ് അടുത്ത വീക്കിലെ എക്സ്പയറി, നവംബർ 4 എക്സ്പയറി. എന്നാണ് എക്സ്പയറി നോക്കിയാൽ അറിയാം. ഓക്കെ, ലേറ്റസ്റ്റ് ആണ്, നമുക്ക് സിമുലേറ്ററിൽ പോയി നോക്കാം. സോ ഇവിടുത്തെ എക്സ്പയറി എന്നാണ്, നമുക്ക് ഒക്ടോബർ 29-ന് 28-ന് അവസാനിച്ചു എക്സ്പയറി. അടുത്ത ബുധനാഴ്ച ഒക്ടോബർ 29 ഫസ്റ്റ് ഡേ ആരംഭിക്കുകയാണ്. അന്നേ ദിവസം മാർക്കറ്റിന് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒക്ടോബർ 29 വെനസ്ഡേ മാർക്കറ്റിന് എന്താ സംഭവിച്ചിരിക്കുന്നത്, മാർക്കറ്റ് ഹൈ പോയിരിക്കുന്നു. നോക്കൂ, പ്രീവിയസ് ഹൈയിലേക്ക് വന്ന് ടച്ച് ചെയ്തിരിക്കുന്നു, ഒരു റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു ഡേയുടെ വ്യൂ ബേസിസിൽ നമുക്ക് ഇൻട്രാഡേയിൽ തന്നെ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാം. ഓരോ ദിവസത്തെ രീതിയിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാം. ഇല്ല, ഇതേ സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് വീക്കിലി 1 ഹോൾ വീക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കണ്ടിന്യൂ ചെയ്യാം. ദിസ് ഈസ് ബോത്ത് ഇൻട്രാഡേ ആസ് വെൽ ആസ് നിങ്ങൾക്ക് ഇത് ഇൻട്രാഡേയിൽ ലോസ് കാണുകയാണെങ്കിൽ ആ ഹോൾ വീക്കിലും നിങ്ങൾക്ക് എത്രയാണോ മാക്സിമം ലോസ് അത് തന്നെയാണല്ലോ ലോസ് വരിക. അതും വളരെ ചെറിയ ലോസാണ്. നമുക്ക് റിസ്ക് എടുക്കുന്ന ലോസ് നിങ്ങൾക്ക് എത്ര ഉണ്ടോ അതിൻ്റെ ഒരു 3 to 4 ടൈംസ് നിങ്ങൾക്ക് റിവാർഡും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. സോ നമുക്ക് ഈ ഒരു വ്യൂവിൽ ആസ് എ ടെക്നിക്കൽ അനലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും, പ്രീവിയസ് ഹൈയിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് ലോയിലേക്ക് വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ലോയിലേക്ക് ഇനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരിക്കലും നമുക്ക് 100% പ്രഡിക്ഷൻ ചെയ്യാൻ സാധ്യമല്ല. ബൈ ദ വേ, ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഇതിപ്പോൾ ഈ മാർക്കറ്റ് നമ്മുടെ കൺവിക്ഷൻ, നമുക്ക് തരുന്ന കൺവിക്ഷൻ അത് മാർക്കറ്റ് ലോയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു വ്യൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു. ആ സ്ട്രാറ്റജിയാണ് നിങ്ങളിവിടെ കാണുന്നത്. സി
ആ സ്ട്രാറ്റജിയുടെ പേ ഓഫ് ഗ്രാഫും സ്ട്രാറ്റജി ഡീറ്റെയിൽസും. മാക്സിമം ലോസ് എത്രയാണ്? 2200 rupees. ഹോൾ വീക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്ത് റൺ ചെയ്താലും, ഇനി നിങ്ങളുടെ വ്യൂ മാർക്കറ്റ് താഴ്പോട്ടേക്കല്ല മുകളിലേക്ക് കയറിപ്പോയാലും, നിങ്ങൾക്ക് പരമാവധി ലോസ് എത്രയാണ്? 2200 രൂപ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നോക്കൂ, റിവാർഡ് എത്രയാണ്? മാക്സിമം റിവാർഡ് എത്രയാണ്? 10%. മാക്സിമം ലോസ് എത്രയാണ്? 2200 എന്ന് പറഞ്ഞാൽ 2.5%. നമ്മുടെ ക്യാപിറ്റലിന്റെ 2.5% ലോസ്. പ്രോഫിറ്റ് എത്രയാണ്? 10%. റിസ്ക് റിവാർഡ് നോക്കൂ, RR ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസ്ക് റിവാർഡ് എത്രയാണ്? 1:4. 4.1 ഉണ്ട്. 1:4 റിസ്ക് റിവാർഡ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ സ്ട്രാറ്റജി മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ലഭിക്കണം എന്നല്ല, നമുക്ക് വേണ്ടുന്ന എന്താ? നമുക്ക് 10% പോലും വേണ്ട. ഇനി ഇതിന്റെ അടുത്ത ഹൈലൈറ്റ് നോക്കൂ, ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? 89,000, അതായത് 90,000 എന്ന് പറയുന്നു. സോ 1 lakh, അതൊരു റൗണ്ടഡ് ഫിഗർ ആയിട്ട് 1 lakh ഈസ് അവർ ക്യാപിറ്റൽ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ 1 ലക്ഷം കയ്യിലുണ്ട്. ഇനി ലോസ് പോയാലും മാക്സിമം എത്ര ലോസ് പോകും? 2200 അല്ലെങ്കിൽ മാക്സിമം എല്ലാ ട്രേഡിൻ്റെ നമ്മുടെ ബൈ ഓർഡറും സെൽ ഓർഡറിനും എല്ലാം ചേർത്ത് അഡീഷണലി ഒരു 300 രൂപ പോയാലും 2500 രൂപ ലോസ്. ദാറ്റ് ഈസ് വെരി റീസണബിൾ. 2500, 1,00,000 2500 എന്ന് പറഞ്ഞാൽ എത്ര? 2.5%. അത് റീസണബിൾ ആയിട്ടുള്ള ലോസ് തന്നെയാണ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡ് നടത്താൻ പറ്റും. ദന്ന് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുണവും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലോസ് 2500 ആണ്, ഇൻക്ലൂഡിങ് ഗ്രോസ് ലോസ് 2500 ആണെന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എത്ര വെക്കാം? നമുക്കൊരു 6,000 or 7,000 rupees നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ 6,000 and above പ്രോഫിറ്റ് കിട്ടണം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കിതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും സെറ്റ് ചെയ്ത് നമുക്ക് ദന്ന് യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. ദന്ന് എടുക്കാത്തവരുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദന്നിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. ദന്നിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ദന്നിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ തീർച്ചയായിട്ടും ദന്ന് എടുക്കുക. എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ സ്ട്രാറ്റജി. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രാറ്റജി എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ കീപ് ഹോൾഡ് ഓൺ വിത്ത് മീ. നമ്മൾ സ്ട്രാറ്റജിയിലേക്ക്, ടെസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂ എന്തായിരുന്നു? എൻ്റെ വ്യൂ ഇപ്പോൾ ഈ ഒരു എൻ്റെ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ വ്യൂ എന്ന് പറയാം ഇനി മുതൽ. അപ്പോൾ നമ്മുടെ വ്യൂ എന്താണ്? മാർക്കറ്റ് ബെയറിഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ എനിക്ക് പർട്ടിക്കുലറായിട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ല റിവാർഡ് കിട്ടണം. റിസ്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ചെറിയ റിസ്ക് എനിക്ക് ലിമിറ്റ് ചെയ്യുകയും വേണം. സോ 2500 രൂപ ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് അതിന് കിട്ടാൻ സാധ്യതയുള്ള എത്രയാണ്? ഏതാണ്ട് 9,000 രൂപ. അത് പോട്ടെ, 9,000 വേണ്ട, ഒരു 6,000 മുകളിൽ എത്ര കിട്ടിയാലും നമുക്ക് ലാഭം തന്നെയാണ്. കാരണം നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? 89,000 മാത്രമേ റിക്വയർമെൻ്റ് ഉള്ളൂ. ബട്ട് ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഒരു 1 lakh നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ. വൺസ് അഗൈൻ ഞാനത് പറഞ്ഞു, നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്കത് ആ സ്ട്രാറ്റജി ഫസ്റ്റ് ഡേയിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. നോക്കൂ, ലോസിൽ നിൽക്കുന്നു. എത്ര ലോസ് പോയാലും നമുക്ക് പേടിക്കേണ്ടതുണ്ടോ? ഒരിക്കലും നമുക്ക് പേടിക്കേണ്ടതില്ല. കാരണം എത്ര? മാക്സിമം ലോസ് 2200 അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് മേളിൽ അവിടെ ലോസ് ഇല്ല. അപ്പോൾ നമുക്ക് ടെൻഷനേ ഇല്ല. നമ്മുടെ ലോസ് പോയാൽ നമുക്ക് ഇത്രേ ലോസ് ഉള്ളൂ എന്ന് നമുക്ക് തീർച്ചയായും മുൻകൂട്ടി അറിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, അല്ലേ? ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ അതാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കറായിട്ട് മാറുകയാണ്. ഓപ്ഷനാണ് ചെയ്യുന്നത്, നല്ല റിവാർഡിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാകണം. അല്ലാതെ 100% എപ്പോഴും നമുക്ക് ലാഭം മാത്രമേ ലഭിക്കത്തുള്ളൂ, ലാഭം മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് 100% മണ്ടത്തരമാണ്. ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നതും പാർട്ട് ഓഫ് അവർ ട്രേഡാണ്. നിങ്ങൾ ബുക്ക് ചെയ്യണ്ട, താനേ അത് ഓട്ടോമാറ്റിക്കലി ആ ലോസ് നിങ്ങൾ അവസാനം വരെ ഹോൾഡ് ചെയ്താലും, എക്സ്പയറി അവസാനം വരെ ഹോൾഡ് ചെയ്താലും അതിനപ്പുറം പോകത്തില്ല എന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സേഫായി. സോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പോഴും നമ്മുടെ ലോസ് 600 ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ 5 minutes വെച്ച് പോകുന്നു. കുറച്ച് ഫാസ്റ്റായിട്ട് മുന്നോട്ട് നീക്കി നോക്കാം. നമുക്കൊരു 1 month ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. സോ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് വന്നു. പ്രോഫിറ്റ് കൂടി വരുന്നുണ്ട്.
സോ ജസ്റ്റ് നമ്മുടെ വ്യൂ ശ്രദ്ധിക്കുക. നമ്മുടെ വ്യൂ ബെയറിഷ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചൂസ് ചെയ്തു. ഇതാ നോക്കൂ, പേ ഓഫ് ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പേ ഓഫ് ഗ്രാഫ് നമുക്ക് പോസിറ്റീവ് സൈഡിലേക്ക് വരികയാണ്. അതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ തന്നെ 1.7% പ്രോഫിറ്റ്, 2.4% പ്രോഫിറ്റ്, 2.3% പ്രോഫിറ്റ്, വീണ്ടും 1.2, 2.2%, 2.3%, അങ്ങനെ കൂടി 2.5 ആയി. ഇപ്പം 2400 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. 2600 ആ പ്രോഫിറ്റ്. 3700 രൂപ പ്രോഫിറ്റ്, 3.3% പ്രോഫിറ്റ്, വീണ്ടും 3.6%. പിന്നെയും പ്രോഫിറ്റ് ആ 3000 താഴെ വരുന്നില്ല, 3000 മേളിൽ 3500 ലെവലിലേക്ക് പോയി. സോ മുന്നോട്ട് പോകുന്നു. November 3rd ആയി. ഇപ്പോൾ November 4th എക്സ്പയറി. November 3rd ആയി. നമുക്ക് നോക്കാം മാക്സിമം പ്രോഫിറ്റ് എത്ര ലഭിക്കും നോക്കാം. 4,600 ആയി പ്രോഫിറ്റ്. 4.95,000 rupees പ്രോഫിറ്റ്. 5,000 rupees നമുക്ക് പ്രോഫിറ്റ് വന്നു. 5,115, 5,400 പ്രോഫിറ്റ്. November 4 എക്സ്പയറി ഡേ വന്നു കഴിഞ്ഞു. എക്സ്പയറി ഡേയിൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം നമുക്ക് ഇനി നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത, കഴിഞ്ഞ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു, ഒരു 5 minutes അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെ ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ എന്ത് സംഭവിക്കുന്നു, ഹ്യൂജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് ലോസിലേക്ക് പോകുന്നു. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി അങ്ങനെയല്ല. ലോസ് ആണെങ്കിൽ മെല്ലെ മെല്ലെ മെല്ലെ, പ്രോഫിറ്റ് ആണെങ്കിൽ മെല്ലെ 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 കയറുകയോ മെല്ലെ 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 ഇറങ്ങത്തേ ഉള്ളൂ. സ്ലോലി ഹൈ. ദിസ് ഈസ് എ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നോക്കൂ. നമ്മുടെ വ്യൂ കറക്റ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ എക്സ്പയറിയുടെ ഫൈനൽ മൂവ്മെൻറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയാ? 5,500, 5,300, 5,200, 5,000 ആൻഡ് എബോവ് നമുക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. സോ ഫൈനൽ മൂവ്മെൻറ്റ് വന്നു. 3.25 കഴിഞ്ഞു. 3.25 കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് എത്രയാ? 5,000 rupees. നിങ്ങൾ നോക്കൂ, സിമ്പിൾ. ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഇത് ഇന്ന ദിവസം ഇന്ന നിമിഷം അങ്ങനെയൊന്നുമില്ല. ഇൻട്രാഡേയിലും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി എടുക്കാം. മോർണിംഗ് 9:30 നിങ്ങൾക്ക് അന്നേ ദിവസത്തെ വ്യൂ എങ്ങനെയാണോ മാർക്കറ്റ്, ആ മാർക്കറ്റ് വ്യൂ ബേസിസിൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് പോകാം. ദാറ്റ് ഈസ് അനദർ ബെനിഫിറ്റ്. ബട്ട് മോസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് വീക്കിലി, ഒരാഴ്ചത്തെ ട്രേഡ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഇൻട്രാഡേ ബേസിസിലല്ല, ഒരു വീക്ക് സ്റ്റാർട്ട് മുതൽ എക്സ്പയറി സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ള വീക്കിലി പ്ലാൻ ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക. കാരണം സഡൻ ആയിട്ടുള്ള പ്രോഫിറ്റ് സ്പൈക്കും ഉണ്ടാകത്തില്ല, സഡൻ ആയിട്ടുള്ള ലോസിലേക്കും പോകത്തില്ല. ലോസ് എത്ര പോയാലും ഫിക്സഡ് ആണ്. പക്ഷെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ചിലപ്പോൾ ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ബിയറിഷ് വ്യൂ ഉള്ള ഒരാൾക്ക് ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസിൽ പോകും. പക്ഷെ ആ ലോസ് എത്രയാണ്? ലിമിറ്റഡ് ആണ്, പ്രോബ്ലം ഇല്ല. പിന്നെ ഒരിക്കൽ ലോസ് 2,500 നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ 2,000 റേഞ്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പരീക്ഷിക്കാവുന്ന സമയം തന്നെയാണല്ലോ. പിന്നെ ആ സ്ട്രാറ്റജി നമുക്ക് അതിനെ സേഫായിട്ട് അവിടെ കീപ്പ് ചെയ്യാം. അത് ലോസ് ഇത്രയും മാക്സിമം ലോസ് ഇത്രയാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. അടുത്ത പിന്നെ അതിന് കുറയുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതനുസരിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്ത് വെളിയിലേക്ക് വരാനും സാധിക്കും. ഓക്കെ, ഇനി ഇതേ കേസ് നമുക്ക് മാർക്കറ്റിൻ്റെ അടുത്ത ഒരു സിനാരിയോ നോക്കാം. ഈ ഒരു സിനാരിയോ നോക്കൂ. ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഈ ഒരു ലോസ്, ഈ ഒരു നമ്മൾ ഉദ്ദേശിച്ച വ്യൂ പ്രകാരം മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റിൽ വന്നത്. സോ ഏതൊക്കെ ദിവസമാണ് വന്നേക്കുന്നത് നോക്കാം. നമുക്ക് ഏത് ദിവസം വരെ അത് വന്നു? November 3 നമ്മുടെ എക്സ്പയറി എന്നായിരുന്നു? November 4 ആണ് നമ്മുടെ എക്സ്പയറി. സോ നമ്മൾ November 3 November 4 വന്നപ്പോൾ എന്താ നോക്കൂ. ആ ഒരു നമ്മുടെ വ്യൂ കറക്റ്റ് ആയതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ നിന്നും ഇത്രത്തോളം താഴെ വന്നിരിക്കുന്നു. ആ ഒരു 1 വീക്കിലെ ആ ഒരു കറക്റ്റായിട്ടുള്ള ബെയറിഷ് വ്യൂ വന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് പ്രോഫിറ്റ് കിട്ടി. സപ്പോസ് ഇത് വ്യൂ നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോസ് ഉണ്ടാവും. പക്ഷെ ആ ലോസ് എത്രയാണ്? ഒരാഴ്ചയിൽ 2,500 രൂപ നമുക്ക് ലോസ്, മാക്സിമം ലോസ്.
ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഇതേ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ബുള്ളിഷായിട്ട് ഉള്ള വ്യൂ വരികയാണെങ്കിൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നു, ബട്ട് സ്റ്റിൽ ഇവിടെ ഇങ്ങനൊരു ഇപ്പോൾ ഒരു ഹൈ പോയി, ദെൻ അഗെയിൻ ഒരു ലോ വന്നു, ദെൻ അഗെയിൻ ഹൈ പോയി, അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു. നിങ്ങൾ ഈ കാണുന്ന നീല ലൈൻ എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് ആണ്, റെഡ് മൂവിങ് ആവറേജ്. ഇത് 5 ഡേ മൂവിങ് ആവറേജും ഇത് 20 ഡേ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു ലോയിൽ നിന്നും ഒരു ഹൈ പോയി, ദെൻ അഗെയിൻ ഒരു റീട്രേസ്മെൻറ്റ്, ദെൻ അഗെയിൻ ഒരു പുൾ ബാക്ക്, ദെൻ അഗെയിൻ ഒരു റീട്രേസ്മെൻറ്റ് ഇവിടെ വന്നു. ഇനി എന്താ സംഭവിക്കുക? ഇനി എന്താ സംഭവിക്കുന്നതിന് പകരം നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുക. ഇവിടെ നിന്ന് താഴ്പോട്ടേക്ക് പോകുമ്പോൾ മുകൾപോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു കൺവിക്ഷൻ വേണം. അതിനെന്ത് വേണം? നമ്മൾ ഒരു 1 ഡേ വെയിറ്റ് ചെയ്ത് നോക്കുക. അഗെയിൻ ഇത് കമ്മിങ് ഡൗൺ. സോ വെയിറ്റ് ഫോർ ദി അനദർ തിങ്. അഗെയിൻ സി, ഇവിടെ നിന്ന് മാർക്കറ്റ് നോക്കൂ, ഇതൊരു എന്താ പറയുക, സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ ഇവിടെ ഫോം ആകുന്നു, കണ്ടോ? അപ്പോൾ ലോ പോയിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണുന്നു. ബിക്കോസ് ഇതൊരു നല്ല റീട്രേസ്മെൻറ്റ്, 50% ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% ഫെബനോച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറയും. ഇവിടെ നിന്ന് ഈ ഒരു ഹൈ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഞാൻ ഇതൊന്നും നോക്കാതെയാണ് നിങ്ങളോട് പറഞ്ഞത്. കറക്റ്റായിട്ട് 50% റീട്രേസ്മെൻറ്റ് നോക്കൂ. ഈ ലോ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? ആ കറക്റ്റ് 50% വന്ന് നിൽക്കുന്നുണ്ടോ? സോ ദിസ് ഈസ് നമ്മുടെ കൺവിക്ഷൻ. അപ്പോൾ ഈ സിമ്പിൾ ലോജിക്ക് എന്താണ് ഈ 50% റീട്രേസ്മെൻറ്റ്? അത് നിങ്ങൾ ഇനി ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. സിമ്പിൾ, ഈ ഹൈയിൽ നിന്നും ഈ ഒരു ഹൈക്ക് ഇടയിലേക്ക് തിരിച്ച് മാർക്കറ്റ് ഏതുവരെ താഴ്പോട്ടേക്ക് വന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ എന്ന് പറയുന്നത് ഈ ലോയിൽ നിന്നും ഹൈയിലേക്ക് കറക്റ്റ് പകുതിയോളം താഴെ വന്നു. പകുതിയോളം താഴെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, എന്താണ്? തിരിച്ച് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂവിൽ ഡേറ്റ് എത്രയാണ്? November 7th. സോ എനിക്ക് ഇനി അടുത്ത് വേണ്ടത് എന്താണ്? എനിക്കൊരു ബുള്ളിഷ് വ്യൂ വേണം. അപ്പോൾ ബുള്ളിഷ് വ്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും അഗെയിൻ ഏത് ഡേറ്റ് ആണ്? November 7th ആണ്. അപ്പോൾ നമുക്ക് എക്സ്പയറി ഏതാണെന്ന് ചെക്ക് ചെയ്യണം. സോ അഗെയിൻ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് എക്സ്പയറി November 7th ഇത് കാണിക്കുന്നത്. അപ്പം November 7th എന്ന് പറഞ്ഞ ഒരു ഫ്രൈഡേ ആണ്. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതാണ്? നമ്മൾക്ക് വേണ്ടുന്നത് തൊട്ടടുത്തത് ഇനി ആകെ മൺഡേയും ട്യൂസ്ഡേയും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് ഒരു മുഴം മുന്നേ എന്ന് പറയുന്ന പോലെ നമ്മൾ അടുത്ത എക്സ്പയറി ബേസിസിൽ വേണം പ്ലാൻ ചെയ്യാൻ. പക്ഷെ നിങ്ങൾക്ക് ഫ്രൈഡേ തന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. നിങ്ങൾ ഏത് ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യേണ്ടുന്നത്? അത് 18th November എക്സ്പയറി ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം. ഈ എക്സ്പയറി ചൂസ് ചെയ്യുക. നമ്മുടെ വ്യൂ കണ്ടു. എന്താണ് നമ്മൾ ഇവിടെ കണ്ടത്? ഇവിടെ നിന്ന് ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ കണ്ടു, 50% റീട്രേസ്മെൻറ്റ് നമ്മൾ കണ്ടു. ഇവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഏത് ഡേറ്റ് ആണ്? 7th November ഫ്രൈഡേ ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഡേറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊന്നുമില്ല. നമ്മുടെ വ്യൂ എന്നാണോ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള കൺവിക്ഷൻ കിട്ടുന്നത്, ആ ഡേറ്റിലാണ് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഡേറ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഫ്രൈഡേ ആണെങ്കിൽ ഇനി അതുള്ള തൊട്ടടുത്തുള്ള എക്സ്പയറിക്ക് ഇനി വെറും 2 ദിവസമേ ഉണ്ടാവുള്ളൂ, അല്ലേ? മൺഡേ ആൻഡ് ട്യൂസ്ഡേ. അതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അടുത്ത എക്സ്പയറി മാത്രം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടുന്ന സ്ട്രൈക്ക് ഏതായിരിക്കണം? അതിൻ്റെ അടുത്ത എക്സ്പയറിയുടെ സ്ട്രൈക്ക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. സോ അങ്ങനെ എടുത്ത സ്ട്രൈക്ക് നോക്കൂ. ഏതാണ്? ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വൺസ് അഗെയിൻ, ATMൽ നിന്നും 100 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി ഒരു കോൾ ഓപ്ഷൻ ബൈ, 250 പോയിന്റ് ഔട്ട് ഓഫ് ദ മണിയിൽ 2 കോൾ ഓപ്ഷൻ സെല്ല്, 300 പോയിന്റ് ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ്, പേ ഓഫ് ഗ്രാഫ് ഇതാ ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് നമ്മുടെ വ്യൂ ഇനി ഒരു പക്ഷെ തെറ്റായിക്കോട്ടെ, പ്രോബ്ലം ഇല്ല. നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം നമുക്ക് എപ്പോഴും, അല്ലേ? ഏത് കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടുത്തെ മാക്സിമം ലോസ് എത്രയാണ്? ഈ ഒരു അടുത്ത എക്സ്പയറി ആകുന്നത് വരെയുള്ള നമ്മുടെ മാക്സിമം ലോസ് 1200 rupees. നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത എത്രയാണ്? 10,000 rupees. നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാ? റിക്വയർഡ് ക്യാപിറ്റൽ 1,60,000 rupees. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇത് 2 ലോട്ട് ആയതുകൊണ്ടാണ്. ഞാനിത് സിംഗിൾ ലോട്ട് ആക്കുകയാണെങ്കിൽ സെയിം ഇത് തന്നെയാണ്. മാക്സിമം ലോസ് എത്രയാണ്? നമുക്ക് 1,400. ഇതിൽ നിങ്ങൾക്ക് രണ്ട് ലോട്ട്, കാരണം അടുത്ത എക്സ്പയറി ആയതുകൊണ്ടാണ് കുറച്ച് കോസ്റ്റ്ലി ആകുന്നത്. ആ കാശ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലോട്ട് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ലോട്ട് സെല്ല് ചെയ്യാം. രണ്ടിനും നമുക്ക് എന്താ പറയുക,
അൺലിമിറ്റഡ് പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനെന്ത് വേണം? എല്ലാം ഓരോരോരോ ലോട്ട്. ബട്ട് ബെറ്റർ ഒരു 1.5-2 ലക്ഷം രൂപയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെല്ല് 2 ലോട്ടായിട്ട് മാറ്റണം. ഇനി 1 ലക്ഷത്തിന് താഴെ ഉള്ളവരാണെങ്കിൽ കോൾ സെല്ല് എന്ത് ചെയ്യണം? 1 ലോട്ടായിട്ട് മാറ്റണം. ഓക്കെ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ, കാരണം തൊട്ടടുത്ത എക്സ്പയറി ആണെങ്കിൽ നമുക്ക് ഇത്രയും എക്സ്പെൻഡിച്ചർ വരില്ല. നമ്മൾ അതിൻ്റെ അടുത്ത എക്സ്പയറിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കോസ്റ്റ് കൺസ്ട്രെയിൻ വരുന്നത്. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ഓരോ മൊമെൻറ്റും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോയുടെ തുടക്കം മാത്രം കാണുക. ചിലർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ആദ്യം സ്ട്രാറ്റജി എന്താണ്, ഏതൊക്കെ അത് വാങ്ങണം എന്നുള്ളതോ അല്ലെങ്കിൽ ഏതൊക്കെ വിൽക്കണം എന്നുള്ളതോ മാത്രം നോക്കിയെടുക്കുക, പിന്നെ ഉടനെ ആ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. അങ്ങനെ ചെയ്യരുത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറയുന്നത്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സ്ട്രാറ്റജി നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. നവംബർ എന്നാണ്? നമുക്ക് ഫ്രൈഡേ അല്ലേ നമ്മുടെ? ഓ ഗോഡ്, 1 മിനിറ്റ്. നമ്മുടെ നെക്സ്റ്റ് 7th നമുക്ക് ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടിയിരുന്നത്. സോറി, വൺസ് അഗൈൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ബിൽഡ് ചെയ്യാം. 7th നമുക്ക് ഏത് എക്സ്പയറിയാണ് നമുക്ക് വേണ്ടുന്നത്? 11th എക്സ്പയറി അല്ല, നമുക്ക് 18th എക്സ്പയറി വേണം. 18th എക്സ്പയറിയിൽ ATM നിന്നും 100 പോയിൻറ്റ്സ് എവേ നമ്മൾ ബൈ ചെയ്തു ഒരു ലോട്ട്. ദെൻ 250 പോയിൻറ്റ്സ് എവേ. അതിന് പകരം നിങ്ങൾ 2 ലോട്ട് ആദ്യമേ തന്നെ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക. അപ്പോൾ 100 പോയിൻറ്റ് ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു ലെഗ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. 300 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണിയിൽ ഇനിയൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. എന്നിട്ട് 250 പോയിൻറ്റ്സ് ATM നിന്നും 250 പോയിൻറ്റ്സ് എവേയിൽ എന്ത് ചെയ്യുക? ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ വരും. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പേ സ്കെയിൽ നോക്കൂ. തീർച്ചയായിട്ടും നേരത്തെ അതേമാതിരി വന്നു കഴിഞ്ഞു. നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ എത്ര? 98,000 rupees. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 2 ലോട്ട് സെല്ല്, 1 കോള് ബൈ, 2 കോള് ബൈ, 2 കോള് സെല്ല്. ഓക്കെ, സ്ട്രൈക്സ് ഏതാണെന്ന് നോക്കാം. നമുക്കിനി നമ്മുടെ വ്യൂ കറക്റ്റ് ആണോ എന്ന് നോക്കാം. വ്യൂ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലാഭം, നഷ്ടമാണെങ്കിൽ എത്ര? 3,000 rupees ലോസ്. എത്ര പെർസെൻറ്റേജ്? 3% ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ എത്രയാ? 8% പ്രോഫിറ്റ്, അറൗണ്ട് 7,000 rupees പ്രോഫിറ്റ്. സോ ഇനി നമുക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് നോക്കാം. കാരണം ഇതിനകത്ത് ഇനിയിപ്പോൾ ഓരോ മിനിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് 1.5 വീക്ക് ഇപ്പം തന്നെ നമുക്ക് 1,500 മേളിൽ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. സോ നോക്കൂ, ഇപ്പം ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫാസ്റ്റായിട്ട് മുന്നോട്ട് 2,000, 2,300 പ്രോഫിറ്റ്, 1,900, 2,000 ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. ഈ ഫാസ്റ്റായിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോഫിറ്റ് ചിലപ്പോൾ ഇതിൽ കുറച്ചുകൂടെയൊക്കെ കൂടുതലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ സ്റ്റിൽ വി ആർ ഇൻ പ്രോഫിറ്റ്. ഈവൻ വിതൗട്ട് എനി ഡൗട്ട് വി ആർ ഇൻ പ്രോഫിറ്റ് നൗ. ഇപ്പോഴും നമ്മൾ 1,500 രൂപ പ്രോഫിറ്റ്, 1,700, 1,800, 2,400, 2,700 പ്രോഫിറ്റ്, 2,900 പ്രോഫിറ്റ്, 3,000 പ്രോഫിറ്റ്, 3,200 പ്രോഫിറ്റ്, 3.5% ഇപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. സോ നമ്മുടെ വ്യൂ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് തീർച്ചയായിട്ടും നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ടൈം പോകെ നമുക്ക് പ്രോഫിറ്റ്സ് കൂടും. കാരണം നമ്മൾ ഒരേ ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ 4,200 പ്രോഫിറ്റ്, 3,000, then again 3,700, 3,600, 3,700, 5,000 rupees പ്രോഫിറ്റ്. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? 1 lakh. റിക്വയർഡ് നമ്മൾ ക്യാപിറ്റൽ നമുക്ക് 1 lakh, നമ്മൾ പ്രോഫിറ്റ് 5,000. മീൻസ് എത്രയായി? നമുക്ക് 5% ആൻഡ് എബോ നമുക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. വി ആർ ജസ്റ്റ് ക്ലോസിങ് ദ പൊസിഷൻ. 90% പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ്. ഇനിയും പക്ഷേ November 13th ആണ്. November 18th വരെ ഈ എക്സ്പയറി നമുക്ക് റണ്ണ് ചെയ്യാം. പക്ഷെ നമ്മൾ November 13th നമുക്ക് പ്രോഫിറ്റ് വന്നു. നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോകാമല്ലോ. കുറച്ചും കൂടി നമുക്ക് ഫീസിബിളായിട്ട് തോന്നുന്ന അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോകാം. സോ ദിസ് ഈസ് പ്രോഫിറ്റ് നൗ. സോ ഇത് ബുള്ളിഷ് സിനാരിയോ. അപ്പോൾ ഇതിപ്പോൾ ഏത് ഡേ ആണ്? November 13th. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? November 13th വരെ മാർക്കറ്റ് എങ്ങോട്ട് പോയി എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് ഏത് ഡേ ആണ്? November 10th, November 11th, then November 12th, then November 13th.
നോക്കൂ, നവംബർ 13 ആയപ്പോൾ പ്രൈസ് എവിടെ നിൽക്കുന്നു? പ്രൈസ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്ന എന്താണ്? നമ്മുടെ വ്യൂ ഇനി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നു ഇതും ഒരു പിൻ ബാർ ക്യാൻഡിൽ പോലെയാണ്, ഇതൊരു താഴ്പോട്ടേക്ക് വരാൻ സാധിക്കും. പക്ഷേ എന്നാൽ 5 ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ്, താഴെ വന്നിട്ടില്ല. സോ അത് മാത്രമല്ല, പ്രീവിയസ് ഹൈയിൽ നിന്നും താഴെ വന്ന് തിരിച്ച് മേളിലേക്ക് കയറി വരികയാണ്. കുറഞ്ഞ പക്ഷം ഈ ഒരു റേഞ്ചിൽ 26,000 മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 25,878 നിൽക്കുകയാണ്. സോ നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് എല്ലാ മൂവിങ് ആവറേജസ്, TMI ഇൻഡിക്കേറ്റർ, ഇതെല്ലാം ഫേവർ ചെയ്യുന്നത് മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകാൻ. കാരണം ഇത് ഒരു ദിവസത്തെ കാര്യമില്ലല്ലോ. നമുക്കൊരു എക്സ്പയറി പീരീഡ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ, ഓൺ എ വീക്ക്ലി ബേസിസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇനിയും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ്. ഇത് ഇൻട്രാഡേ ക്യാൻഡിലാണ്. താഴെ വന്നിട്ട് തിരിച്ച് മേളിലേക്ക് കയറി, മേളിൽ പോയിട്ട് തിരിച്ച് താഴെ വന്നു. സോ ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് വന്നു. ഗ്യാപ്പ് അപ്പിന് ശേഷം ഇനി തീർച്ചയായിട്ടും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രിഡിക്ഷൻ ഒന്നും 100% ആവണമെന്നൊന്നുമില്ല. നമ്മുടെ മോസ്റ്റ് പ്രോബബിൾ കൺവിക്ഷൻ എന്താണ്? നിങ്ങൾ അതിനും ബുദ്ധിമുട്ടണ്ട. അതിനും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു സാധനമുണ്ട്. നോക്കൂ, ഇതൊരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു AI, ഞാൻ നിങ്ങളോട് പറഞ്ഞു, AI ബേസിസിൽ നമുക്ക് തന്നെ നിഫ്റ്റി നാളെ അല്ലെങ്കിൽ വരുന്ന ഒരു വീക്ക് നിഫ്റ്റിക്ക് എങ്ങോട്ട് പെർഫോമൻസ് കൂടാൻ സാധ്യതയുണ്ട്, ഏത് രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്, ഏത് പ്രോബബിലിറ്റിയാണ് കൂടുതൽ. നോക്കൂ, ഇത് വായിച്ച് നോക്കൂ. ഇത് നിഫ്റ്റി വീക്കിലി ഓപ്ഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നോക്കൂ, ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഇതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. സിമ്പിളായിട്ട് ഗ്രോക്ക് എന്ന് പറയുന്ന അറിയാമല്ലോ, ഗ്രോക്ക് എന്ന് പറയുന്നൊരു AI ഉണ്ട്. ഗ്രോക്കിൽ കയറുക. ഇതൊരു ഡോക്യുമെൻ്റാണ്. ഈ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള കാര്യം ഞാനത് നിങ്ങൾക്ക് വിവരിച്ച് തരാം. അതിൽ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദി ഡോക്യുമെൻറ്റ്. നിങ്ങളിവിടെ നോക്കൂ, ATM ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. ATM, പിന്നെ അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ കറണ്ട്, ആ സമയത്ത് നമ്മൾ ഇത് സെർച്ച് ചെയ്യാൻ നേരം യൂസ് ചെയ്യുന്ന സമയത്ത് സ്പോട്ട് പ്രൈസ് എത്ര അതിവിടെ മാറ്റി കൊടുക്കുക, ATM പ്രൈസ് എത്രയാണെന്നുള്ളത് മാറ്റി കൊടുക്കുക, ഏത് എക്സ്പയറിയിലേക്കാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി കൊടുക്കുക, ആ എക്സ്പയറി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇവിടെ ATM എന്ന് കാണിക്കുന്നത് ആ മേളിൽ കൊടുത്ത ATM ഏതാണോ ആ ATM ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്ട്രാറ്റജി വീണ്ടും ഇവിടെ December 23 ഇട്ടേക്കുന്നു. ഈ ഒരു ഇവിടുത്തെ നിങ്ങൾ ATM നമ്മുടെ എക്സ്പയറി ഏതാണോ എക്സ്പയറി വേണ്ടത്, തൊട്ടടുത്തുള്ള എക്സ്പയറി ഏതാണോ ആ എക്സ്പയറി, വീക്കിലി എക്സ്പയറി ഏതാണോ ആ എക്സ്പയറി അവിടെ കൊടുക്കുക. അവിടെ ഇത് തന്നെ കൊടുക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ വേറെ ഒന്നും അറിയണ്ട. എന്നിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രോക്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഗ്രോക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു വീക്കിൽ നമുക്ക് ഒന്നും അറിയാതെ, പക്ഷേ ഇത് ഗ്രോക്ക് എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇനി സകലമാന ഇൻസ്ട്രക്ഷൻസും ഞാൻ കൊടുത്ത് കഴിഞ്ഞു. ഒരു ശരാശരി മനുഷ്യനെ കൊണ്ട് നോക്കാൻ കഴിയുന്നതിന് എത്രയോ മടങ്ങ് അധികമായിട്ട് വേണ്ടുന്ന ഡേറ്റാസ് മുഴുവനായിട്ടും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള എല്ലാ പ്രോംപ്റ്റ്സും അതിനകത്ത് ആ ഒരു ഫയലിനകത്തുണ്ട്. അത് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജോബ് തന്നെയായിരുന്നു. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. AI പ്രോംപ്റ്റ് ബൈയിങ്, ഇതിൽ തന്നെ 3 പ്രോംപ്റ്റ് ഉണ്ട്. ഒന്ന് ബയ്യേഴ്സിന് വേണ്ടിയിട്ട്, സെല്ലേഴ്സിന് വേണ്ടിയിട്ട്, സൈഡ് വേസ് മാർക്കറ്റിനും വേണ്ടിയിട്ടും ഉണ്ട്. ഞാനത് ബയ്യേഴ്സിനും സെല്ലേഴ്സിനും ഉള്ള സെല്ലേഴ്സിൻ്റെ പ്രോംപ്റ്റ് ഇനിയും അത് കുറച്ചും കൂടി റിഫൈൻ ചെയ്യാനുണ്ട്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ്ലി റിഫൈൻഡ് ആണ്, ടെസ്റ്റഡ് ആണ്. ഇന്നത്തെ മാർക്കറ്റ് ഇന്ന് സംഭവിച്ച ബുള്ളിഷ് പോലും ഇത് ഇന്നലെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 100%. പക്ഷേ ഒരിക്കലും ഇതൊന്നും 100% ഒന്നിനെയും റിലേ ചെയ്യരുത്. പ്രോബബിലിറ്റീസ് നമ്മൾ മാനുവലി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതും
പക്ഷേ ഇത് കംപ്ലീറ്റ് എ ടു ഇസഡ് ഗിഫ്റ്റ് നിഫ്റ്റി, ഇന്ത്യ വിക്സ്, നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, RSI, സ്റ്റൊക്കാസ്റ്റിക്, വില്യം ആർ പെർസെൻറ്റേജ്, പിന്നെ എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ന്യൂസസ്, ട്വിറ്ററിൽ പോകുന്നത്, സോഷ്യൽ മീഡിയാസ് വരെ സ്കാൻ ചെയ്തിട്ട് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കിയിട്ട് OA അനാലിസിസ്, അതിപ്പോൾ കറണ്ട് എക്സ്പയറി, ലാസ്റ്റ് വീക്ക് എക്സ്പയറി, അപ്കമിങ് 1 വീക്ക് എക്സ്പയറി, 1 മന്ത് എക്സ്പയറി, ഇത്രയും കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഡേറ്റാസ് അത് ഫെച്ച് ചെയ്ത് അതിൻ്റേതായിട്ടുള്ളൊരു പഠനം നമുക്ക് തരുമ്പോൾ ഒരു പരിധിവരെ അത് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ്ങിന് സാധ്യത കൂടുതലായിരിക്കും. ഇതൊന്നും ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളിത് മാറി മാറി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റിലൂടെ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു പ്രോസസ് ഫ്ലോ ആണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലി ഇത്രയേ ഉള്ളൂ. ഈ ഡോക്യുമെൻ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക, അനാലിസിസ് കൊടുക്കുക, സിമ്പിൾ. അതതിൻ്റെ റിസൾട്ട് അത് തരും. പക്ഷേ ഇത് അങ്ങനെ ചുമ്മാ ലഭിക്കത്തില്ല. ഞാനിവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ വേണ്ടി മാത്രം 250 റുപ്പീസ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ ചെയ്തിട്ട് ഇതേ വാട്സാപ്പ് നമ്പർ തന്നെ താഴെ നമ്പറുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, അതിൻ്റെ റെസിപ്റ്റ് അയയ്ക്കുക. ഞാൻ ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ കം ടു നമ്മുടെ ഇതിൽ പ്രഡിക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ബിൽഡ് ചെയ്തു, നമ്മുടെ പ്രോഫിറ്റ് വന്നു. ഇപ്പോഴത്തെ അനാലിസിസ് ഇത് പ്രകാരം ഇനി അടുത്ത ലെഗ് ഏതാ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ വ്യൂ വീണ്ടും എന്തായിട്ട് മാറി? ബുള്ളിഷായിട്ട് മാറി. ഡേറ്റ് എന്നാണ്? 13th നവംബർ. സോ നമ്മൾ സിമുലേറ്ററിൽ വന്നു. ഇത് നമ്മൾ ക്ലിയർ ചെയ്തു. 13th നവംബർ ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ 13th നവംബർ കറക്റ്റായിട്ട് ഒരു തേഴ്സ്ഡേയിലാണ് നിൽക്കുന്നത്. നമ്മൾ 13th നവംബർ എടുത്തു. പക്ഷേ 13th നവംബർ തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇനി എത്ര ദിവസമുണ്ട്? ഹാർഡ്ലി 1, 2, 3 ദിവസമേ ഉള്ളൂ എക്സ്പയറിക്ക്. അപ്പോൾ നമ്മൾ ആ 3 ദിവസത്തെ റിസ്ക് എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 13th തേഴ്സ്ഡേ അന്ന് തന്നെ നമുക്ക് ട്രേഡിലേക്ക് നമുക്ക് പ്രോബബിലിറ്റി നിങ്ങൾക്ക് ട്രേഡിലേക്ക് ഒരു എക്സിക്യൂഷനിലേക്ക് പോകാം. പക്ഷേ എക്സ്പയറി എടുക്കേണ്ടത് എത്ര? 18th, തൊട്ടടുത്തുള്ള എക്സ്പയറി എടുക്കരുത്. നമ്മൾ 1 സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് 25th എക്സ്പയറിയിലെ സ്ട്രൈക്സ് നമ്മൾ സെലക്ട് ചെയ്യണം. സ്ട്രൈക്സ് 25th നവംബറിൻ്റെ എന്നാ നമ്മൾ നിൽക്കുന്ന ഡേറ്റ് എത്രയാണ്? 9:30 നമ്മളുടെ ഡേറ്റ് എന്നാണ്? നമ്മുടെ 13th അല്ലേ? 13th 9:30 നമ്മൾ നിൽക്കുന്നു. നമ്മൾ എടുക്കേണ്ടുന്ന എക്സ്പയറി ഏതാ? 25th എക്സ്പയറിയിലെ ATM നോക്കുക. ATMലെ കോൾസ് നമ്മുടെ വ്യൂ എന്താണ്? ബുള്ളിഷ് ആണെങ്കിൽ കോൾ സൈഡ്, ബെയറിഷ് ആണെങ്കിൽ ഇതേ ലോജിക്ക് തന്നെ നിങ്ങളുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ നേരെ പുട്ട് സൈഡിലേക്ക് വരിക. ATMൻ്റെ 100 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി, പുട്ട് സൈഡിൽ ഔട്ട് ഓഫ് ദ മണിയിൽ 100 പോയിന്റിലെ ഫസ്റ്റ് പുട്ട് ഓപ്ഷൻ ബൈ 250 പോയിന്റ്. ATMൽ നിന്നും 250 പോയിന്റ്സ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ, 2 ലോട്ട് സെല്ല്. ദെൻ ATMൽ നിന്നും 300 പോയിന്റ് എവേ ഔട്ട് ഓഫ് ദ മണി പോയിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ. ഇത് എന്തിൻ്റെ വ്യൂ ആണ്? ബെയറിഷ് വ്യൂ ആണെങ്കിൽ പുട്ട് ബെയറിഷ്, കോള് ബുള്ളിഷ്. ഇത്രയും ഒന്ന് എഴുതി വെക്കൂ. ഇതൊക്കെ ഒന്ന് പേപ്പറിൽ എഴുതി വെക്കൂ. തീർച്ചയായിട്ടും എഴുതി വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ നിങ്ങൾ കിടന്ന് കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നേരെ ദൻ എടുക്കൂ. ദന്നിൻ്റെ ഓപ്ഷൻ ട്രേഡർ എടുക്കൂ. ഓപ്ഷൻ ട്രേഡർ എടുത്തിട്ട് അതിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യൂ. രണ്ടും ബിൽഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷ് ആണോ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് എക്സിക്യൂട്ട് ആവാം. ബെയറിഷ് ആണോ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് എക്സിക്യൂട്ട് ആവും. എല്ലാ ദിവസവും നിങ്ങൾ ഈ സ്ട്രാറ്റജി നോക്കി ഇരിക്കേണ്ട കാര്യമില്ല. സോ അതെങ്ങനെയാണെന്ന് ഞാൻ ഇനി ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് ദൻ ഉപയോഗിച്ച് നമുക്ക് സ്ട്രാറ്റജി ബിൽഡറിലൂടെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ദൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അതിൽ നിങ്ങൾക്ക് ഞാൻ ദന്നിൻ്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ ദൻ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ കം ടു ദ പോയിന്റ്. നമ്മളിപ്പോൾ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. സോ നമ്മൾ തൊട്ടടുത്ത എക്സ്പയറിയിലേക്ക് പോയിട്ട് ATMൽ നിന്നും ഏത് സ്ട്രൈക്ക് എടുക്കുന്നു? ATMൽ നിന്നും 100 പോയിന്റ്. അവിടെ ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ കമ്പാരിസൺസ് ഒന്നും നോക്കാൻ നിന്നില്ല. 100 പോയിന്റ് എവേ ഞാൻ ഒരു കോൾ ഓപ്ഷൻ ലോട്ട് 1 ലോട്ട് ബൈ ചെയ്തു. നെക്സ്റ്റ് അടുത്ത എന്താണ്? 250 പോയിന്റ്സ് എവേ. ATMൽ നിന്നും 250 പോയിന്റ്സ് എവേ ഒരു 2 കോൾ ഓപ്ഷൻ സെല്ല്. എത്രയാണ്? 2 കോൾ ഓപ്ഷൻ സെല്ല്. ദെൻ അഗെയിൻ എന്താണ്? 300 പോയിന്റ്സ് എവേയിൽ പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ.
അപ്പം നിങ്ങൾ അതിന് മുന്നേ ഇനിയൊന്ന് ചെയ്യണം. ഞാൻ ആദ്യം നിങ്ങൾ 100 പോയിന്റ് OTM-ൽ ഒരു കോൾ ഓപ്ഷൻ ബൈ, പിന്നെ 300 പോയിന്റ് OTM-ൽ ഇനിയൊരു കോൾ ഓപ്ഷൻ ബൈ, അങ്ങനെ 2 കോൾ ഓപ്ഷൻ ബൈ ചെയ്തതിന് ശേഷം നിങ്ങൾ 250 പോയിന്റ് എവേ ATM-ൽ നിന്നും ഒരു രണ്ട് കോൾ ഓപ്ഷൻ സെല്ല് കൊടുത്താൽ നിങ്ങൾക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ റിക്വയർമെൻറ്റ് കൂടും. നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ആദ്യം ബൈ ചെയ്തതിന് ശേഷം സെല്ലിൻ്റെ ലെഗ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അറിയാത്തവർക്ക് വീണ്ടും ആവർത്തിച്ച് പറയുവാണ്. ഓക്കെ, ഇതിനേക്കാൾ ലളിതമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല, ആരെ കൊണ്ടും കഴിയില്ല. എന്നെക്കൊണ്ട് പരമാവധി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സംശയങ്ങൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വ്യൂവേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മുടെ വ്യൂ ഇവിടെ വന്നു. നമ്മൾ അതേ നോക്ക്, എന്താ നമ്മൾ എവിടെയാണ് നമ്മൾ നിന്നത്? 13th അല്ലേ? യെസ്. പിന്നെ ആകെ ഉള്ളത് 3 ദിവസം. 13th നവംബറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. മാർക്കറ്റ് താഴ്പോട്ട് പോയാലും നമ്മുടെ ലോസ് എത്രയാണ്? മാക്സിമം 3,000 rupees. സോ ദിസ് ഈസ് അവർ ലോസ്. നമ്മുടെ വ്യൂ കറക്റ്റ് ആണോ തെറ്റാണോ? തെറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ ലോസ് സഫർ ചെയ്യണം. ഓക്കെ, നമുക്ക് സഫർ ചെയ്യാം. എൻ്റെ വ്യൂ ഇതാണ്. നമ്മൾ ആ കൺവിക്ഷനിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ സമയം ഇച്ചിരി കൂട്ടി എടുക്കുന്നു കേട്ടോ. 2 hours എടുത്തപ്പോൾ 500 rupees പ്രോഫിറ്റ് വന്നു. ഇപ്പോൾ തന്നെ November 18th ആണ്. നമ്മൾ 25th ആണല്ലോ നമ്മളെടുത്ത എക്സ്പയറി. ശരിയാ, യെസ്. 25th എക്സ്പയറിയിലേക്ക് നമ്മൾ നിൽക്കുന്നു. ഇപ്പോൾ November 20 ആയി. നമ്മുടെ പ്രോഫിറ്റ് 2,500 ആയി. അത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് കൊണ്ടാണ്. ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് നല്ലപോലെ മേളിൽ പോയിട്ടുണ്ടാവാം. എന്നാലും നമുക്ക് 2.5% നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ പ്രോഫിറ്റ് 2.5% നിൽക്കുന്നുണ്ട്. സോ വീണ്ടും 1,900, വീണ്ടും 1,400, 2,000. സ്ലോയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ 2 hours ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പോകുന്നത്. കാരണം വളരെ ഫാസ്റ്റായിട്ട് പോകണം എന്നുള്ളത്. നമുക്ക് സ്ട്രാറ്റജി എൻഡ് വരെ പോയി നോക്കിയാൽ എന്താ വീണ്ടും ലോസിലേക്ക്. ഇതിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പ്രോഫിറ്റ് തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരം. ഫൈനൽ എക്സ്പയറി ഡേ 25th അതാ വന്നു കഴിഞ്ഞു. അപ്പോഴേക്കും ലോസ് എത്രയാണ്? മാക്സിമം നിങ്ങൾ ഒന്നും ചെയ്യാതെ വിട്ടാൽ പോലും ലോസ് എത്രയാണ്? 1,800. പക്ഷേ ആക്ച്വലി ഇതിൽ എത്രയോ സാഹചര്യങ്ങൾ കടന്നു പോയി. അറൗണ്ട് 3,000 2 hours മേളിലെന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ പല പ്രൈസ് ചേഞ്ചസും വരില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉറപ്പായിട്ട് നമ്മൾ കണ്ടു 2,500 2.5% നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടതാണ്. സോ അത് നാച്ചുറലി 3.5 ആൻഡ് എബോവ് മേളിൽ വന്നിട്ടുണ്ടായിരിക്കണം. നമ്മൾ അത് ഫാസ്റ്റായിട്ട് നോക്കിയതുണ്ട്. ഇപ്പോൾ 1.5 ആഴ്ചത്തെ മൂവ്മെൻറ്റ് നമ്മൾ വെറും 5 മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നമ്മളിത് പ്രോഫിറ്റ് തന്നെയാണ് 100%. നമ്മളത് ബുക്ക് ചെയ്ത് ഇറങ്ങി മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മളത് ചെയ്തില്ല. വളരെ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലായി എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിത് കൂടുതൽ ഫാസ്റ്റായിട്ട് പോയി. പക്ഷേ അവസാനത്തെ ദിവസം എത്ര ലോസ് നോക്കും? മാക്സിമം ലോസ് 3,600 പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇനിയും സമയമുണ്ട്. ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ 2,000 അതേ 3,000 നേരത്തെ ബുക്ക് കറക്റ്റായിട്ട് 3.4 കറക്റ്റായിട്ട് 3.15 3,600 675 രൂപ ലോസ്. നോക്കൂ, മാക്സിമം ലോസ് എത്ര? 3,675. അതുവരെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ 3,600 ലോസ്. സോ ദിസ് ഈസ് ദ സ്ട്രാറ്റജി. ശ്രദ്ധിക്കുക. പോയിന്റ് നമ്പർ 1, ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങളിത് ടെക്നിക്കൽ അനാലിസിസും കൂടെ കമ്പൈൻ ചെയ്ത് നടത്തണം. ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ അറിയാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് നിങ്ങൾ വാങ്ങി, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാങ്ങി അത് ഗ്രോക്ക് ഉപയോഗിച്ചിട്ട് ഗ്രോക്കിൽ കയറിയിട്ട് ഗ്രോക്ക് സൈൻ ഇൻ ചെയ്തിട്ട് ഗ്രോക്ക് തന്നെ ഉപയോഗിക്കണം. ChatGPT, ജെമിനി ഒന്നും ഉപയോഗിക്കരുത്. ഗ്രോക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റ് എന്നല്ല, ഒരു പരിധി വരെയുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതാ നോക്കൂ, അതിൻ്റെ വ്യൂ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഗ്രോക്കിൽ വന്നിട്ട് അത് തന്നെ പ്രോബബിലിറ്റി നമുക്ക് കാണിച്ചു തരാം. നോക്കൂ, വീക്കിലി ക്ലോസ് പൊസിഷൻ പ്രഡിക്ഷൻ, വീക്കിലി ക്ലോസ് എന്താ കാണിച്ചിരിക്കുന്നത്? ഫ്രം കറണ്ട് ഇപ്പോൾ നിൽക്കുന്ന ATM എത്രയാ? 26,000. നോക്കൂ, ഇതെന്താ കാണിച്ചു? 26,027. ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് 26,027 സ്പോട്ട്. സംശയമായിട്ട് നിന്ന് നോക്കൂ. ഇപ്പോൾ ഇത് റിപ്ലൈക്ക് വേണ്ടി എടുത്തതാണ്. നോക്കൂ, ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്ന എത്രയാ? 26,027. നോക്കൂ, 26,027. ഇതിലെന്താ കൊടുത്തിരിക്കുന്നത്? പ്രഡിക്ഷനിൽ കൊടുത്തിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി എടുത്തത് കൊണ്ടോ? 26,027 കണ്ടോ? അപ്പോൾ കൃത്യമായിട്ടും അത് എല്ലാം എടുത്തോളും. അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇത്രയും കൊടുത്തിട്ടുള്ളൂ. ഇത്രയും ഞാൻ അതിന് പ്രോംപ്റ്റ് എന്താ കൊടുത്തേക്കുന്നത്? അപ്ലൈ
ആപ്ലിക്കബിൾ ചേഞ്ച്. നിങ്ങൾ ഓരോ നിമിഷവും ഞാൻ ഈ പറഞ്ഞ ആ ചേഞ്ചസ് ഒന്നും നിങ്ങൾ മാനുവലി ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് എന്താണ്? അപ്ലൈ, ഞാനിവിടെ കൊടുത്ത പ്രോംപ്റ്റിൽ നിങ്ങൾ കൊടുക്കേണ്ട അപ്ലൈ ആപ്ലിക്കബിൾ ചേഞ്ചസ് ഓൺ ദി ATM ആൻഡ് LTP ഓഫ് നിഫ്റ്റി. ഓൾസോ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഫോർ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി. ഈ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ഫ്രൈഡേ ആണ് നിങ്ങളിത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തത് എത്രയാണ്, വരുന്ന ചൊവ്വാഴ്ചയല്ലേ എക്സ്പയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സ്പയറി ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ഡിസംബർ 23 എങ്കിൽ 23 ഡിസംബർ 2025 എന്ന് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രം മതി. അതുവരെയുള്ള പീരീഡ് ഇത് ഏത് നേരം നിങ്ങൾ ചെയ്യുന്നു ആ നേരത്തിൽ ആ ഒരു എൻട്രിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് റീഡ് ചെയ്തിട്ട്, അത് ഈവൻ പഴയ ഡേറ്റ ആണെങ്കിൽ പോലും ഇത് ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ചെയ്തിട്ട് പുതിയ ലേറ്റസ്റ്റ് ഡേറ്റ അത് തന്നെ പിക്ക് ചെയ്തോളും. നിങ്ങൾ ഓരോ സമയത്തും നിങ്ങളിങ്ങനെ മാറ്റി കൊടുക്കേണ്ടില്ല. ആ ഒരു എൻട്രി ഇത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ചേഞ്ച് എവിടെ വേണം എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. 100% നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് തരും. 100% പ്രോഫിറ്റ് തരും. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിക്കരുത്, ഒന്നിനെയും വിശ്വസിക്കരുത്. ഇതല്ല പ്രോബബിലിറ്റി. ഇതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് നോക്കൂ. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അപ്സൈഡ് ക്ലോസ്, അതായത് ഈ പറയുന്ന 23 ഡിസംബർ എക്സ്പയറിയിൽ എന്താ സംഭവിക്കാൻ സാധ്യത? ക്ലോസ് ഗ്രേറ്റർ ദാൻ 26,000. 26,000 മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 50%. അതിന് കാരണവും കൊടുത്തിട്ടുണ്ട്. DI ബൈസ്, പിന്നെ RBI റേറ്റ് കട്ട്, സിഗ്നൽ റീബൗണ്ട്, RSI ഓവർസോൾഡ് വീക്ക്ലി സജസ്റ്റിംഗ് 60% ബൗൺസ് ചാൻസ് ഇഫ് 25,900 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, താഴെ 25,900 താഴെ പോവാതെ നിൽക്കുകയാണെങ്കിൽ അത് 23 ഡിസംബറിൽ ആ എക്സ്പയറിക്ക് ഇത് 26,000 മുകളിൽ നിൽക്കാനുള്ള സാധ്യത എത്ര പെർസെൻറ്റേജാണ്? 50%. ഇനി താഴ്പോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അതും സാധ്യതയാണെങ്കിൽ അത് 25%. ഇതായാലും ഇവിടെ നോക്കിയാൽ 25%. മുകളിലേക്ക് പോകാനുള്ള പെർസെൻറ്റേജ് എത്ര? സാധ്യത പ്രോബബിലിറ്റിയാണ്. പോകുന്നൊന്നും ഒരിക്കലും നിങ്ങൾ ഗസ് ചെയ്ത്, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിങ് എയ്ഡ് നിങ്ങൾ ഗസ് ചെയ്യുന്നതിനും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അത് ഗസ് ചെയ്ത് തരുന്നു. അതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മാനുവലി നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് നിങ്ങൾ ഇതിലേക്ക് ഇത് ചെയ്യണം. ഇത് ഒരിക്കലും ഞാനിത് എന്താ പറയുക, എൻ്റെ ഗെയിനിന് വേണ്ടിയിട്ട് ഒന്നുമല്ല നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് സ്റ്റഡീസ് നടത്തി തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്യാം. ഇതുപോലുള്ളത് ഉറപ്പായിട്ടും ഞാൻ പറയാം, 100% നിങ്ങൾക്ക് സക്സസ് റേഷ്യോ ഒന്നും നിങ്ങൾക്ക് ഒന്നിനും പ്രതീക്ഷിക്കേണ്ട. ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് മാത്രമാണ്. അതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു അഡ്വൈസും റെക്കമെൻഡേഷൻസും അല്ല. ഇനി സൈഡ് വേസിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? അതും കാണിക്കുന്നത് അത് എത്രയാണ്? 25% പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഏതിനാണ്? മുകളിലേക്ക് പോകാനുള്ള സാധ്യത 50% പ്രോബബിലിറ്റിയാണ്. സോ ദിസ് ഈസ് ഹയസ്റ്റ് പ്രോബബിലിറ്റി. സോ ഇത് ബേസിസിലാണെങ്കിൽ പോലും എന്താ പറയുക, ഇനി ഓപ്ഷൻ അനാലിസിസ് ഞാൻ കയറി നോക്കി, OA ബിൽഡപ്പ് കയറി നോക്കിയപ്പോഴും എനിക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന ഗ്രീൻ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷനാണ്, റെഡ് കോൾ ഓപ്ഷനാണ്. ഇത് ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നവർക്ക് അറിയാം. നിഫ്റ്റിയുടെ ഇന്നത്തെ ലെവൽ നോക്കൂ. നിഫ്റ്റിയുടെ ലെവലിൽ ഈ ഒരു സ്ട്രൈക്ക് ഇവിടെ തന്നെ ഷോർട്ട് ചേഞ്ച് ഇൻ ഓയിൽ എന്താ കാണിക്കുന്നത്? ഷോർട്ട് കവറിംഗ് ആണ്. അപ് ടു 26,200 വരെ ഇവിടെ ഷോർട്ട് ബിൽഡപ്പ് ഉണ്ടെങ്കിലും അതേമാതിരി ലോങ് അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. ബട്ട് ഓൾ ടുഗദർ എന്താണ്, ഇവിടുന്ന് ഒരു പ്രോബബിലിറ്റി ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. എവിടെയാണ്? 26,100 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ശക്തമായ റെസിസ്റ്റൻസ് 26,100. അതിന് മുകളിലോട്ട് റെസിസ്റ്റൻസ് എന്താ പറയുക, കൂടുതൽ തന്നെയാണ്. സോ ആസ് ഓഫ് നൗ ഇപ്പോൾ നിൽക്കുന്ന സ്ട്രൈക്ക് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഒരു പരിധി വരെ 50-50 ചാൻസസ് കൂടുതലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. ഓരോരുത്തരുടെ വ്യൂ ഓരോ രീതിയിലാണ്. ചേഞ്ചിന് ഇപ്പോൾ ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡേറ്റയെ കാണാൻ കഴിയത്തുള്ളൂ. നാളെ രാവിലെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത്തരത്തിൽ നിങ്ങളുടെ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് OA അനാലിസിസിൻ്റെ ചേഞ്ച് ഇൻ OA, ടോട്ടൽ OA അനാലിസിസ് നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ദന്നിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതിന് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ചാർട്ട് അനാലിസിസ് നടത്തണം. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.